മഹമൂദരെ കാണുന്ന മുമ്പേ എനിക്കു വേണ്ട സുവർഗം നബി മുത്തിനെ പുണർന്നില്ലെങ്കിൽ എനിക്ക് ജന്മം നരകം ജനിച്ചതെന്ന് പെൺകുഞ്ഞാണെങ്കിൽ കുഴിച്ചിടുമേ അവര് സ്ത്രീ സമൂഹത്തിൻ മോചനം നൽകി സ്ഥാനം കയറ്റിയ നബിനൂറ് ഹജ്ജിന് പോയോർ പറയാറുണ്ട് മദീനത്തെ മണ്ണിൻ പുകള് അത് കേൾക്കുമ്പോൾ നിറയാറുണ്ട് ആഗ്രഹത്തിന്റെ കണ്ണീര് സക്കറാത്തിന്റെ നേരത്ത് പോലും വിളിച്ചു നബി ഉമ്മത്ത് ആ വഴിയെ നീ നടന്നു ചെന്നാൽ നിനക്കുറപ്പ് ജന്നത്ത്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ കുറിച്ചുള്ള ചെറിയൊരു അപ്ഡേഷൻ ആണ്. അപ്പോൾ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജ് വന്നിനി സിനു അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയുണ്ട്, അവിടെ എങ്ങനെയുണ്ട്, ഉഷാറാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അൽഹംദുലില്ലാ ഞാനും മോളും ഹാപ്പിയാണ്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് മെസ്സേജ് വന്നുകൊണ്ടാട്ടോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. കാരണം 1-2 ആൾക്കാർക്കൊക്കെ റീപ്ലൈ കൊടുത്ത്, പിന്നെ കുറേ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി റീപ്ലൈ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന്. അപ്പോൾ എന്തായാലും നമ്മളെ സ്നേഹിക്കണവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മളെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ കുറേ മെസ്സേജൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ കേട്ടോ നമുക്ക് വരുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിന്, അത് പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഫുഡ് മാഷാ അല്ലാ അടിപൊളിയാണ്. നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് 6 നേരത്തെ ഫുഡും നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് 4 നേരത്തെ ഫുഡുമാണ് വരുന്നത്. അപ്പം ഇന്ന് ഏതായാലും ഇപ്പോൾ ഫുഡ് കുറച്ചൊക്കെ നമ്മൾ തിന്നു കഴിഞ്ഞുകൊണ്ട് ഇനി എന്തായാലും ഞാൻ രാവിലെ മുതൽ രാത്രി വരെയുള്ള ഒരു ദിവസത്തിൽ ഫുഡിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു തരാം. അതായത് നമുക്ക് കുറേ മരുന്നും കഷായങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. എന്തായാലും വേറൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാ കാണിച്ചു തരാം. പിന്നെ വരുന്നത് ട്രീറ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് രാവിലത്തെ കുളി, ആ ഒരു കുളിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര റീഫ്രഷിങ് ആണ് നമുക്ക്. രാത്രി നമുക്ക് പിന്നെ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ കുളി. അപ്പോൾ ആ ഒരു കുളീനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതാണ് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ ആണ്. നമ്മളെ ഉയിച്ചില് നടത്തുന്നത് തെറാപ്പിസ്റ്റുകളാണ് കേട്ടോ. 2 ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ നമ്മളെ കുളിപ്പിക്കണത് ഈ വീട്ടിലൊക്കെ നിൽക്കണ അങ്ങനത്തെ ഉണ്ടാവുമല്ലോ ആയമാര്, അങ്ങനത്തെ 2 ആൾക്കാരുണ്ട്. പിന്നെ ഭക്ഷണം വെക്കാൻ 2 ആൾക്കാർ. അപ്പം നമ്മളൊക്കെ പുതിയൊരു പേരൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും അങ്ങനെ അറിയില്ലല്ലോ. പിന്നെ രാത്രിയത്തെ ഉറക്കത്തിൻ്റെ കുറവ് നല്ലോണം നമ്മളെ ബാധിക്കും. പിന്നെ കുട്ടികൾ കരച്ചിലുള്ളവരൊക്കെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. അപ്പം രാവിലത്തെ ആ ഒരു കുളി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അതായത് ഇവിടെ ഉയ്യാൻ വേണ്ടിയിട്ട് 2 തെറാപ്പിസ്റ്റുകളാണുള്ളത്. പിന്നെ കുളിപ്പിക്കുന്നത് കുറച്ച് പ്രായമായിട്ടുള്ള നമ്മളെ വീട്ടിലൊക്കെ നിൽക്കുന്ന പോലത്തെ അങ്ങനത്തെ പെണ്ണുങ്ങൾ തന്നെയാണ്. പിന്നെ ഫുഡ് വെക്കാൻ 2 ആൾക്കാർ വേറെ ഉണ്ട്. അങ്ങനെ മൊത്തം 4 താത്താരും 2 തെറാപ്പിസ്റ്റുകളുമാണുള്ളത്. പിന്നെ ഈ കുളിയിൽ തന്നെ നമുക്ക് ഫേസ് മസാജ്, ഹെഡ് മസാജ്, ഫുഡ് മസാജ് അങ്ങനെ കുറേ ഉള്ളതുകൊണ്ട് ഹെഡ് മസാജ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ ആണ് കേട്ടോ ഈ ഒരു ടൈപ്പിൽ. അപ്പോൾ നമുക്ക് ഈ രാത്രിയത്തെ ഉറക്കത്തിന്റെ ആ ഒരു ക്ഷീണമൊക്കെ നമുക്ക് മാറും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. പിന്നെ ഇവിടെ നടത്തുന്നത് ഡോക്ടർമാർ തന്നെയാണ് കേട്ടോ. ഒരു ഹസ്ബൻഡ് വൈഫൊക്കെ ഡോക്ടേഴ്സാണ്. അപ്പോൾ ഓരോ വീട് വരുന്നത് ഇവിടെ തൊട്ട ബാക്കിലാണ്. അപ്പോൾ നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഓലെ വിളിക്കുക, ഏത് ടൈമിലും വിളിച്ചാൽ വരാൻ കഴിയും. കാരണം ഇതിൻ്റെ തൊട്ട ബാക്കിൽ തന്നെയാണ് ഓലെ വീട് വരുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ വേണ്ട. അപ്പം ഞങ്ങൾ വന്നിട്ട് ഇപ്പം ഇന്നേക്ക് 14ാമത്തെ ദിവസമായിട്ട്. അപ്പോൾ അതുവരെ അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല അതുവരെ. അപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു
വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഫുഡിൻ്റെ ഒക്കെ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുക. എന്തായാലും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരും. അവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.